ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് എമ്പുരാനിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളും അതേപോലെ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് ഈ ഒരു പടത്തിൽ വന്നിട്ടുള്ളത് അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് ജതിൻ രാംദാസ് സ്റ്റീഫൻ ആയിട്ടുള്ള ഒരു ബോണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന പടത്തിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യമാണ് ജതിൻ സ്റ്റീഫൻ്റെ അനിയനാണ്. അത് ലൂസിഫറിലും പറയുന്നുണ്ട്, എമ്പുരാനിൽ അവിടെ ഇവിടെയായിട്ട് ജതിൻ ഈ ഒരു സ്റ്റീഫനെ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ബോണ്ട് എങ്ങനെ ഉണ്ടായെന്ന് എവിടെയും പറയുന്നില്ല. ഈ ഒരു പടത്തിൽ ശരിക്കും അത് വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം സ്വന്തം പിതാവായിട്ട് പോലും യാതൊരു രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ താല്പര്യപ്പെടാത്ത ജതിൻ എങ്ങനെയാണ് അച്ഛൻ്റെ വളർത്തു മകനായിട്ടുള്ള ഈ ഒരു സ്റ്റീഫനായിട്ട് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ റെഡിയാവുന്നു. അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ എങ്ങനെ റെഡിയാവുന്നു അതെവിടെയും പറയുന്നില്ല. അതുമാത്രമല്ല, സ്വന്തം ഏച്ചിയുടെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും വലിയൊരു ട്രോമ നൽകിയ ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ. കാരണം സ്റ്റീഫൻ കാരണം എപ്പോഴും ഫൈറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഏച്ചി അനിയൻ തമ്മിലുള്ള ആ ഒരു ബോണ്ടിൻ്റെ പുറത്ത് സ്റ്റീഫനോട് വെറുപ്പാണ് ശരിക്കും ഈ ഒരു ജതിൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ടത്. പക്ഷേ ജതിന് ഈ ഒരു സ്റ്റീഫനോട് റെസ്പെക്റ്റാണ്. അതെങ്ങനെ വന്നു അത് ഈ ഒരു പടത്തിൽ എവിടെയും പറയുന്നില്ല. ആ ഒരു ബോണ്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ പടം കുറച്ചും കൂടി ബെറ്റർ ആയേനെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പടത്തിൽ ഖുറേഷി അബ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയെക്കുറിച്ചോ പ്രോപ്പറായിട്ട് എവിടെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ ഇവിടെ ഒന്നോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ ആ രണ്ട് കഥാപാത്രത്തിൻ്റെ ഒരു ഡീറ്റെയിൽ നറേറ്റീവ് എവിടെയും പറയുന്നില്ല. പോട്ട് സ്റ്റീഫൻ്റെ കാര്യമെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ ഒരു പടം കൂടുതലും ഫോക്കസ് ചെയ്തത് സായിദ് മസൂദിനെ പറ്റിയിട്ടാണ്. സായിദ് മസൂദാണ് ഈ ഒരു പടത്തിൽ മെയിനായിട്ട് കൂടുതൽ ടൈമിലും പോർട്രേ ചെയ്തിരിക്കുന്നത്. അതേ സമയത്ത് ഖുറേഷി അബ്രഹാം ഒരു സൈഡ് ക്യാരക്ടറായിട്ട് മാറുന്നതായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന പടത്തിൽ ബോബിയെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്റ്റീഫൻ വരുമ്പോൾ ഈ ഒരു സ്റ്റീഫൻ്റെ വഴിയിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം എടുത്ത് മാറ്റുന്നത് സായിദ് മസൂദാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം സായിദ് മസൂദാണ്. ആകെ സ്റ്റീഫൻ ചെയ്യുന്നത് തോക്കെടുക്കുന്നു, ബോബിയെ കൊല്ലുന്നു. കാരണം അദ്ദേഹമാണ് രാജാവ്. അദ്ദേഹത്തിൻ്റെ പടയാളികൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. അദ്ദേഹത്തിന് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് മാത്രം ചെയ്തിട്ട് പോവാം, അത്രേ ഉള്ളൂ. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പോൾ രാജാവായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്റ്റീഫൻ അല്ലെങ്കിൽ ഖുറേഷി അബ്രഹാം അദ്ദേഹത്തിൻ്റെ പടയാളിയായിട്ടുള്ള സായിദ് മസൂദിന് വേണ്ടിയിട്ട് അടി പിടി കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അത് വേണ്ടാത്തൊരു കാര്യമാണ്. കാരണം സായിദ് മസൂദും ഒറ്റയ്ക്ക് നിന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ പടയാളികൾ ഈ ഒരു സായിദ് മസൂദിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഖുറേഷി അബ്രഹാം അത് നോക്കി കണ്ടാൽ മാത്രം മതി. അതിൽ ഒരു രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പടത്തിൽ ഈ ഒരു സായിദ് മസൂദിന് വേണ്ടിയിട്ട് രക്ഷകനായിട്ട് ഖുറേഷി അബ്രഹാം രംഗത്തേക്ക് വന്നു. ആ ഒരു വരവോടുകൂടി ഈ ഒരു ഖുറേഷി അബ്രഹാം സൈഡ് ക്യാരക്ടറായിട്ട് മാറുകയും സായിദ് മസൂദ് ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ പടം എമ്പുരാൻ എന്നൊക്കെ പറയുമ്പോഴും പടം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സായിദ് മസൂദിലേക്കായിട്ട് മാറുന്നു. അത് ശരിക്കും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ശരിക്കും ആ സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു ഖുറേഷി അബ്രഹാം ഈ ഒരു കാര്യത്തിലൊന്നും ഇടപെടാതെ ഒരു രാജാവിനെ പോലെ ഈ കാര്യങ്ങൾ വീക്ഷിക്കുക, അത് മാത്രമേ ചെയ്യേണ്ടൂ. അതായത് ഒരു സിംഹാസനം പോലത്തെ ഒരു ചെയർ അവിടെ വെക്കുകയും ആ ചെയറിൽ ഇരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ, അതായത് സായിദ് ഒരു 5 സെക്കൻഡ്സ് കാണാം. സായിദ് മസൂദിന് ഒരു പോയിന്റിൽ വില്ലിനെ തോൽപ്പിക്കാൻ പറ്റാത്ത സമയത്ത് ഈ ഒരു ഖുറേഷി അബ്രഹാമിൻ്റെ പടയാളികളുണ്ടല്ലോ അവർ വന്നിട്ട് ഫൈറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊല്ലുക. ആ രീതിയിൽ ചിത്രീകരിക്കണമായിരുന്നു. കാരണം ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് ഈ ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് ചെറുതാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഖുറേഷി അബ്രഹാമിനെ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പടയാളികളുണ്ട്. സ്റ്റീഫൻ്റെ കേസിലേക്ക് വരുമ്പോൾ സ്റ്റീഫനെ നോക്കാൻ സ്റ്റീഫൻ തന്നെ ഉള്ളത്. പക്ഷേ ഖുറേഷി അബ്രഹാമിനെ നോക്കാൻ ഒരു ലോഡ് ആൾക്കാരുണ്ട്. അപ്പോൾ ഖുറേഷി അബ്രഹാം ഇതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. രാജാവിനെ പോലെ നോക്കിയാൽ മാത്രം മതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു രീതിയിലല്ല ഈ ഒരു സിറ്റുവേഷനെ പോർട്രേ ചെയ്തിട്ടുള്ളത്. നാലാമത്തെ കാര്യം, ഈ ഒരു പടത്തിൽ ഗോവർദ്ധന് ഈ ഒരു സ്റ്റീഫനായിട്ട് സംസാരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോങ് ജേർണി നടത്തുന്നുണ്ട്. ലോങ് ജേർണി നടത്തിയിട്ട് ലാസ്റ്റ് സ്റ്റീഫനായിട്ട് സംസാരിക്കുമ്പോൾ സ്റ്റീഫൻ തന്നെ ഗോവർദ്ധൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയും അതിനുള്ള ഉത്തരവും അദ്ദേഹം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു ലോങ് ട്രിപ്പ് പിന്നെ എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അവർ തമ്മിൽ ഒരു പ്രോപ്പർ കോൺവെർസേഷൻ പോലും നടക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം, ലൂസിഫർ എന്ന് പറയുന്ന പടത്തിൽ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാളോ, ചെറിയ രീതിയിൽ പോലും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എമ്പുരാനിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഗോവർദ്ധന് മനസ്സിലായോ എന്ന് അറിഞ്ഞൂടാ, എന്തായാലും ചെറിയ രീതിയിൽ അദ്ദേഹം റിവീൽ ചെയ്യുന്നു. അത് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പകരം അദ്ദേഹത്തിനെ ഒരു ഗോവർദ്ധനെ യൂസ് ചെയ്തിട്ട് കരുക്കൾ നീക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഡാർക്ക് വെബിൽ ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ട്
ഈ ഒരു കരുക്കൾ നീക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ഒരു പടത്തിൽ ഗോവർദ്ധനെ ഉപയോഗിച്ചിട്ട് പറയാണ്, അതായത് ഖുറേഷി അബ്രഹാം മരിച്ചു അല്ലെങ്കിൽ സ്റ്റീഫൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു ഗോവർദ്ധനായിട്ട് 1 to 1 കോൺവെർസേഷൻ നടത്താതെ തന്നെ ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൂസിഫറിൽ കണ്ടിരിക്കുന്ന ഖുറേഷി അബ്രഹാം അല്ല എമ്പുരാനിലേക്ക് വരുമ്പോൾ ഉള്ളത്. കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് ക്യാരക്ടറിൽ. ഓക്കെ, കാലം മാറുമ്പോൾ ക്യാരക്ടറിൽ ചേഞ്ച് വരും. പക്ഷെ എന്നാലും ഖുറേഷിയുടേതായിട്ടുള്ള കുറേ ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ആ ഒരു സീക്രട്ട് ഉണ്ടല്ലോ, അത് റിവീൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണാനും കേൾക്കാനും അതേപോലെ തന്നെ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മിസ്സായ കാര്യങ്ങളും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.